ഇന്നത്തെ എൻ്റെ റെസിപ്പി കരിക്ക് കൊണ്ട് പുഡിംഗ് ഉണ്ടാക്കുന്നതാണ്. എല്ലാവർക്കും അറിയാമായിരിക്കും. എന്നാലും ഞാൻ എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കിയാലോ. ഇത് നമ്മുടെ സ്വന്തം തെങ്ങിലുള്ള കരിക്കാണ്. തേങ്ങ വെട്ടാൻ ആൾ വന്നപ്പം ഞാനൊരു 4-5 കരിക്ക് ഇടിച്ചായിരുന്നു. അപ്പം നമ്മളുടെ സ്വന്തം തെങ്ങിലെ കരിക്കെന്ന് പറയുമ്പം വെളിയിൽ നിന്ന് കുടിക്കുന്നതിനെക്കാട്ടിലും ഒരു ടേസ്റ്റാണ്, ഒരു ഗ്യാസൊക്കെയാണ് നല്ല നമ്മളുടെ ഈ തെങ്ങിലെ കരിക്ക്. അപ്പം ഞാൻ വിചാരിച്ചു അതിൻ്റെ കരിക്ക് വെച്ചിട്ട് നമുക്ക് ഒരു പുഡിംഗ് ഉണ്ടാക്കാമെന്ന്. ഇത്രയും കൂടുതലുള്ളത് കൊണ്ട് ഞാൻ പുഡിംഗ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചത്. ഞാനിവിടെ മിൽമയുടെ 1 ലിറ്റർ പാലാണ് എടുത്തേക്കുന്നത്. പിന്നെ അതിൻ്റെ കൂടെ കണ്ടൻസ് മിൽക്കും ആവശ്യത്തിന് പഞ്ചസാര. നമ്മളാണെന്നുണ്ടെങ്കിൽ കണ്ടൻസ് മിൽക്ക് ചേർക്കുന്നത് കൊണ്ട് പഞ്ചസാര നോക്കി വേണം ഇടാൻ. പാലൊന്ന് ചെറുതായിട്ട് ചൂടായി വരുമ്പോഴാണ് കണ്ടൻസ് മിൽക്ക് നമ്മൾ ഒഴിച്ചു കൊടുക്കേണ്ടത്. കണ്ടൻസ് മിൽക്ക് ഒഴിച്ചു കൊടുത്തിട്ട് നമ്മൾ മധുരം നോക്കിയിട്ട് വേണം കൂടുതൽ ഒഴിക്കാൻ. നമ്മൾ ഈ പുഡിങ്ങിൽ ചൈന ഗ്രാസോ ജലാറ്റിനോ ഒന്നും യൂസ് ചെയ്യുന്നില്ല. ഒൺലി കണ്ടൻസ് മിൽക്ക്, ഷുഗർ, പിന്നെ കുറച്ച് കോൺഫ്ലവർ, ഒരു 2 ടേബിൾ സ്പൂൺ കോൺഫ്ലവറും ഉപയോഗിക്കുന്നുണ്ട്. അല്ലാതെ വേറെ യാതൊന്നും നമ്മൾ ഇതിനകത്ത് ചേർക്കുന്നില്ല. അപ്പോൾ ഞാൻ കരിക്കും വെള്ളത്തിനകത്ത് കരിക്ക് നല്ല ഒന്ന് മിക്സിയിൽ അരച്ചെടുത്തു. എന്നിട്ട് ഈ നമ്മൾ പാല് ചൂടാക്കി വെച്ചേക്കുന്നില്ലേ അതിനകത്തോട്ട് ഒഴിച്ചു കൊടുക്കണം. എന്നിട്ട് ഇതെല്ലാം കൂടെ മിക്സ് ചെയ്ത് നല്ല തിളപ്പിച്ചെടുക്കണം. അപ്പോൾ പാലും നമ്മുടെ കരിക്കും എല്ലാം കൂടെ മിക്സ് ചെയ്ത് തിളച്ച് വരുമ്പോൾ ഞാൻ 2 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ നമ്മൾ മിക്സ് ചെയ്ത് ഈ പാലിനകത്തോട്ട് ഒഴിച്ചു കൊടുക്കണം. നമ്മളുടെ ഈ കരിക്കിനാണ് ഒരു പ്രത്യേക ടേസ്റ്റായിരുന്നു. നാട്ടിലൊക്കെ ഉള്ള കരിക്ക് പോലല്ല, നമ്മളുടെ ഇവിടെ ട്രിവാൻഡ്രത്തൊക്കെ ഉള്ള കരിക്ക് എന്നൊക്കെ പറഞ്ഞാൽ എന്നുവെച്ചാൽ വീടുകളിലുള്ള കരിക്ക്. വെളിയിലൊക്കെയുള്ള കരിക്കെന്ന് പറയുമ്പോൾ നമ്മൾ തമിഴ്നാട്ടിൽ നിന്നൊക്കെ ഇറക്കുമതി ചെയ്യുന്ന കരിക്കാണ് നമ്മൾ വാങ്ങിച്ച് കുടിക്കുകയൊക്കെ ചെയ്യുന്നത്. അപ്പോൾ ഇതിനൊരു പ്രത്യേക ടേസ്റ്റായിരുന്നേ. അപ്പം നമ്മളുടെ പുഡിങ്ങിനുള്ള പാലും ഇതെല്ലാം തിളച്ചെല്ലാം ഇപ്പോൾ റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് തണുത്ത് കഴിഞ്ഞിട്ട് വേണം നമ്മൾ ഒരു ബൗളിലോട്ട് ഒഴിച്ചു വയ്ക്കാൻ. അപ്പോൾ തണുത്തപ്പം ഞാൻ ഒരു ബൗളിലോട്ട് ഒഴിച്ചു വെച്ചിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ ഇതിൻ്റെ മുകളിലെ ഈ ഒരു ബബിൾസ് കണ്ടില്ലേ, ഈ ബബിൾസ് നമുക്ക് മാറ്റണം. ഈ ബബിൾസ് അതിനകത്ത് പാടില്ല. ബബിൾസ് എന്നുണ്ടെങ്കിൽ നമ്മളൊരു സ്പൂണ് വെച്ചിട്ട് ഇങ്ങനെ ചെയ്യുകയോ ഇല്ലെങ്കിൽ ആ ബബിൾസ് എടുത്ത് മാറ്റുകയോ ചെയ്യണം. ഇപ്പം നല്ല ചൂട് സമയമാണ്. അപ്പം നമുക്കാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഈ പുഡിങ്ങൊക്കെ എന്ന് പറയുമ്പോൾ ഒരു ഹെൽത്തി പുഡിങ്ങാണ്. ഇത് നല്ല തണുത്തതിന് ശേഷം നമ്മളുടെ കയ്യിലുള്ള, ഇപ്പം ഞാനിവിടെ ഇട്ടേക്കുന്നത് ബദാമാണേ. നിങ്ങളുടെ കയ്യിൽ പിസ്തയോ നട്ട്സോ ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഇട്ട് കൊടുത്തിട്ട് ഗാർണിഷ് ചെയ്യാം. പക്ഷേ തണുത്തതിന് ശേഷം വേണം. അതിന് മുൻപ് ഇടുകയാണെന്നുണ്ടെങ്കിൽ എല്ലാം നമ്മളിടുന്ന ഇതെല്ലാം താഴോട്ട് പോകും. എന്നിട്ട് നമുക്ക് ഇത് ഒരു 5-6 മണിക്കൂറെങ്കിലും വേണം അതൊരു സെറ്റായി കിട്ടാൻ. ഫ്രീസറിൽ വെക്കാൻ പാടില്ല, ഫ്രിഡ്ജിൻ്റെ താഴെ വേണം വെക്കാൻ. എല്ലാവരും ട്രൈ ചെയ്യുക. എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അടുത്ത നല്ല ഒരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ ബൈ.